നമസ്തേ. അഥർവവേദത്തിലെ 1-ാം കാണ്ഡത്തിലെ 7, 8, 9 സൂക്തങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇവിടെ ഈശ്വരനെ അഗ്നിദേവ എന്നാണ് വിളിക്കുന്നത്. ഏത് ദേവനാണോ ഞങ്ങളുടെ ഹോമദ്രവ്യങ്ങളാൽ സന്തുഷ്ടനായി തീരുന്നത്, ആ ദേവനെ ഞങ്ങളുടെ അരികിലേക്ക് ആഗതനാക്കിയാലും. സർവജ്ഞാനിയും സർവഗുണസമ്പന്നനുമായ ഈശ്വരനെ അഗ്നിമയമായിട്ടാണ് കാണുന്നത്. ഈശ്വരൻ സ്വർഗത്തിൽ വസിക്കുന്നു എന്നാണ് വിവക്ഷിക്കുന്നത്. ശത്രുക്കളായ രാക്ഷസന്മാരെ ഇല്ലാതാക്കാനും ഓടിക്കാനും പ്രഹരിക്കാനുമെല്ലാം ഇന്ദ്രദേവനെ കൂടി കൂട്ടുപിടിക്കുകയാണ്. പിന്നീടുള്ള വാക്യമാണ് എനിക്ക് ശ്രേഷ്ഠമായി അനുഭവപ്പെട്ടത്. ഈശ്വരൻ പ്രഹരിച്ചും ഓടിച്ചും ഇല്ലാതാക്കുന്ന രാക്ഷസന്മാർ അതിനുശേഷം വന്ന് സ്വയം പരിചയപ്പെടുത്തി ആത്മസമർപ്പണം നടത്തട്ടെ. ശത്രുക്കൾക്കും അവസാനത്തിൽ തങ്ങൾ ആരാണെന്ന് വെളിപ്പെടുത്തിയതിനു ശേഷം ആത്മസമർപ്പണം ചെയ്യാൻ സാധിക്കണേ എന്ന പ്രാർത്ഥനയും കൂടിയുണ്ട്. ശത്രുക്കളെ നശിപ്പിക്കണമെന്ന് പറയുമ്പോൾ പോലും അവരിൽ ഒരു തിരിച്ചറിവ് വന്ന് ആത്മസമർപ്പണം ചെയ്യുന്ന അളവിലേക്ക് ഉയരണേ എന്നൊരു മൗന പ്രാർത്ഥനയും ഇതോടൊപ്പം ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ശത്രു നമ്മുടെ പുറത്താവാം, നമ്മുടെ ഉള്ളിൽ തന്നെയും ആകാം. പലപ്പോഴും നമ്മിലുള്ള രാക്ഷസഭാവം മറ്റുള്ളവർക്കേ കാണാൻ കഴിയും. എങ്ങനെയായാലും അതിൽ നിന്നുള്ള മോചനം ഓരോ ഹോമം നടത്തുമ്പോഴും ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ അതിന് മാറ്റം വരാത്തതുകൊണ്ട് ഈശ്വരന്മാരെ കൂട്ടുപിടിക്കുകയാണ്. ചെറിയ കുട്ടികൾ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ടിട്ടുണ്ടോ? അവർ പരസ്പരം മാന്തുകയും അടിക്കുകയും മുടി പിടിച്ചു വലിക്കുകയും എല്ലാം ചെയ്യും. അപ്പുറത്തുള്ളത് എൻ്റെ ശത്രുവാണ് എന്ന വാശിയോടെ. എന്നാൽ കാലം ചെല്ലുന്നതോടെ അവർ തോളിൽ കൈയിട്ട് എത്രയും നല്ല സുഹൃത്തുക്കളായി നടക്കുന്നതും കാണാം. വഴക്കിടുമ്പോൾ അതൊരു രാക്ഷസഭാവം തന്നെയായിരിക്കും. എന്നാൽ കുറച്ചു കഴിഞ്ഞ് ആ ഭാവം മാറി പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഭാവത്തിലേക്ക് ചുവടുമാറുന്നു. അഗ്നിദേവനെയും ഇന്ദ്രദേവനെയും എല്ലാം വിളിച്ചപേക്ഷിക്കുന്നത് ശത്രുവിനെ കയറുകൊണ്ട് ബന്ധിച്ച് വജ്രായുധങ്ങൾ ഉപയോഗിച്ച് ശിരച്ഛേദം ചെയ്യുന്നതിനാണ്. എന്നാൽ ഞാൻ ആരാണെന്ന് എനിക്ക് വെളിപ്പെട്ട് കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. എൻ്റെ ശത്രുവിനും അത് മനസ്സിലാക്കി കിട്ടുന്ന ഒരു സമയമുണ്ട്. അതെ, ഒരിക്കലും ഞാൻ നന്മയുടെ മാത്രം ഒരു കൂമ്പാരമല്ല, കുറേ നന്മകളുടെയും അതിലേറെ തിന്മകളുടെയും സമന്വയമാണ്. പുറമേ കാണുന്ന ചില സ്വഭാവവിശേഷങ്ങൾ കണ്ട് മറ്റുള്ളവരും ഞാനും എന്നെ ദേവഗണത്തിലോ രാക്ഷസഗണത്തിലോ ഉൾപ്പെടുത്തുന്നു എന്ന് മാത്രം. ശിവന്റെ മകനായ കാർത്തികേയൻ രൂപാന്തരപ്പെട്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ലോകത്തിൽ മനുഷ്യർ അനുഭവിക്കുന്ന അനീതിയും അക്രമങ്ങളും കണ്ട് മനസ്സിന് ചൂടുപിടിച്ച കാർത്തികേയൻ അന്യായം ചെയ്യുന്നവരെയും അക്രമികളെയും വാളുകൊണ്ട് കൊന്ന് ഉച്ചൂട് നശിപ്പിച്ച് തൻ്റെ ജൈത്രയാത്ര തുടർന്നു, വടക്ക് നിന്ന് തെക്കോട്ട്. നമ്മുടെ മനസ്സിൽ ചെറുപ്പകാലത്ത് തോന്നുന്ന രക്തത്തിളപ്പ് തന്നെ. അന്യായം ചെയ്യുന്നവരെയെല്ലാം കൊന്നെടുക്കുക തന്നെ. എന്നാൽ വിന്ധ്യാപർവ്വതം കഴിഞ്ഞ് അഗസ്ത്യമുനിയെ കണ്ടപ്പോഴാണ് കാര്യങ്ങൾ ബോധ്യമാവുന്നത്. വാളിന്റെ വായ്ത്തലയാൽ അനീതി ചെയ്യുന്നവർ കൊല്ലപ്പെട്ടു എങ്കിലും ശക്തരായി പുതിയ അക്രമികളും അന്യായം ചെയ്യുന്നവരും ഉയർത്തെഴുന്നേൽക്കുകയാണ്. അവരെ കൊല്ലുകയല്ല, അവരിൽ മാനസാന്തരം ജനിപ്പിക്കുക മാത്രമാണ് നീതിയുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കുവാനുള്ള വഴി. നീതി നിഷേധിക്കപ്പെടുമ്പോൾ തിരിച്ച് അക്രമാസക്തരാവുക എന്നത് വളരെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ്. ബലഹീനനാണെങ്കിൽ ഈശ്വരനെ കൂടി കൂട്ടുപിടിക്കും നീതി നടത്തിക്കിട്ടാൻ. എന്നാൽ ഞാൻ മൂലം ഏറ്റവും എളിയവന് പോലും നീതി നിഷേധിച്ചുകൂടാ എന്നുള്ളത് അതിലും ശക്തമായ ഒരു തീരുമാനമാണ്. അങ്ങനെ ഞാൻ പരിണമിച്ചാൽ മാത്രമേ, നേതാക്കൾ പരിണമിച്ചാൽ മാത്രമേ സമൂഹത്തിൽ നീതിയും സമാധാനവും കൈവരുകയുള്ളൂ. 8-ാം സൂക്തത്തിൽ വീണ്ടും രാക്ഷസന്മാരെ മാത്രമല്ല അവരുടെ സന്താനങ്ങളെ വരെ നശിപ്പിക്കാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഗുഹകളിൽ ഒളിച്ചിരിക്കുന്ന ഇവരുടെ വംശത്തെ തന്നെ ഉന്മൂലനാശം ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടോ അന്യായം ചെയ്യുന്ന ഓരോരുത്തരും അത് തങ്ങളുടെ അവകാശമാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. വിവേകാനന്ദ സ്വാമിയുടെ സാഹിത്യ സംഗ്രഹത്തിൽ ധാരാളം പണം ഉണ്ടായിട്ട് വേണം മറ്റുള്ളവന്റെ മേൽ കുതിര കയറാൻ എന്നൊരു പ്രയോഗം വായിച്ചതായി ഓർക്കുന്നു. ഒരു കൊച്ചുകുട്ടി ചിന്തിക്കാറുള്ളത് പോലെ ധാരാളം ഭക്ഷണം കഴിച്ച് ശക്തനായിട്ട് വേണം പണ്ടെന്നെ അടിച്ചവരെയെല്ലാം തിരിച്ചടിക്കാൻ. വ്യക്തികൾ മാത്രമല്ല, സമൂഹവും രാഷ്ട്രവും എല്ലാം പടക്കോപ്പുകൾ കൂട്ടിവെക്കുകയാണ് തിരിച്ചടിക്കാൻ. തിരിച്ചടിച്ചില്ലെങ്കിൽ കൂടി മറ്റുള്ളവർക്ക് നമ്മെക്കുറിച്ച് ഒരു ഭയം സൃഷ്ടിക്കാനെങ്കിലും
പടക്കോപ്പുകൾ സൂക്ഷിച്ചു വെക്കുന്നു. ഇല്ലെങ്കിൽ സ്വയം ശക്തരെന്ന് തോന്നുന്ന ആരെങ്കിലുമൊക്കെ ആക്രമിച്ചേക്കാം. 9-ാം സൂക്തത്തിലും എല്ലാ സമ്പത്തും ശ്രേഷ്ഠതയും ആഗ്രഹിക്കുന്ന ഈ പുരുഷന് അഗ്നി, സൂര്യൻ, വരുണൻ, ഇന്ദ്രൻ, വസു, പുഷാവ് തുടങ്ങിയവർ അതെല്ലാം പ്രദാനം ചെയ്യട്ടെ. ഈ ഐശ്വര്യങ്ങളെല്ലാം എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. അല്പം പോലും ദുഃഖമില്ലാത്ത സ്വർഗലോകത്തിൽ എത്തിക്കാനുള്ള പ്രാർത്ഥനയുമുണ്ട്. ശ്രേഷ്ഠ ദിവ്യ മന്ത്രങ്ങളാൽ ഈ പുരുഷനെ എല്ലാവരിലും മികച്ചവനാക്കി തീർക്കുകയും ചെയ്താലും ഒടുവിലായി പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങൾ അങ്ങയുടെ ദയയാൽ ഈ രാക്ഷസന്മാരെയും അവരുടെ സമ്പത്തിനെയും പുണ്യകർമ്മത്തെയും ഹൃദയത്തെയും കീഴടക്കുകയും ചെയ്ത് അവരുടെ സമീപേ ആഗതരാകുകയും ചെയ്യുന്നു. ശത്രുക്കൾ ഞങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദുഃഖങ്ങൾ ഒട്ടുമില്ലാത്ത സ്വർഗത്തിലേക്ക് ഞങ്ങളെ എത്തിച്ചാലും. എക്കാലത്തെയും പോലെ സാധാരണ മനുഷ്യന്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ തന്നെയാണ് ശത്രുവിനെ ഇല്ലാതാക്കുക. അവരുടെ സമ്പത്ത് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് അവരുടെ പുണ്യകർമ്മങ്ങളെ കൂടി സ്വന്തമാക്കാനുള്ള പ്രാർത്ഥന. പക്ഷേ ഇവിടെ ശ്രേഷ്ഠമായി തോന്നിയത് അവരുടെ ഹൃദയത്തെ കൂടി കീഴടക്കാനുള്ള ആഗ്രഹമാണ്. നിങ്ങൾ ആർക്കാണ് നിങ്ങളുടെ ഹൃദയം കൊടുക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക്. ശത്രുവിനെ, രാക്ഷസനെ കൂടെ ഈ സ്നേഹത്തിന്റെ വൃത്തത്തിലേക്ക് കൂട്ടിച്ചേർക്കാൻ ആരെക്കൊണ്ട് സാധിക്കും? സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചാൽ മനുഷ്യനെ കൊണ്ടാവില്ല തന്നെ. അതിനാൽ ഈശ്വരനെ തന്നെ കൂട്ടുപിടിക്കുകയാണ്. ഈശ്വരീയ അംശം എത്രത്തോളം ഒരാളിലുണ്ടോ അത്രത്തോളം തന്നെ സഹജീവി സ്നേഹം ഉദാത്തമായി തീരുക തന്നെ ചെയ്യും. ഈശ്വരനെ അന്വേഷിക്കാൻ 3 മാർഗങ്ങളുണ്ട്. 1 ജ്ഞാനമാർഗം, 2 കർമ്മമാർഗം, 3 ഭക്തിമാർഗം. ഇതിൽ ഏതാണ് ശ്രേഷ്ഠ മാർഗം എന്ന് ചോദിച്ചാൽ ഞാനാകുന്ന വ്യക്തിക്കനുസരിച്ച് 3 മാർഗവും എന്നിൽ സമന്വയിക്കുന്നു എന്ന് മാത്രമേ എനിക്ക് ചിന്തിക്കാനാവൂ. ആദ്യം ജ്ഞാനം കൊണ്ട് ഞാൻ ഈശ്വരനെ അന്വേഷിക്കുന്നു. കുറച്ചൊന്ന് പോയി കഴിയുമ്പോഴാണ് അതിലെന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ജ്ഞാനം കൂടുന്നതനുസരിച്ച് അഹങ്കാരവും ഉണ്ടാകാനുള്ള സാധ്യതയും ഞാൻ കാണുന്നു. എന്താണ് അഹങ്കാരം? ഞാനെന്ന ഭാവം. അത് സംസ്കൃതത്തിൽ നിന്ന് ഉത്ഭവിച്ച മലയാളം വാക്കാണ്. ഇംഗ്ലീഷിൽ അത് എറഗൻസ് എന്നാണ്. തന്നെക്കുറിച്ചുള്ള ഒരു സുപ്പീരിയർ ആറ്റിറ്റ്യൂഡ്. നിങ്ങൾ അറിയാതെ തന്നെ സാവധാനം നിങ്ങളിൽ ആധിപത്യം നടത്തുന്നു. അഹങ്കാരം വരുമ്പോൾ വിനയം നഷ്ടപ്പെടുന്നു. വിനയം നഷ്ടപ്പെട്ടാൽ ഈശ്വര കൃപയും ചൈതന്യവും നമ്മിൽ നിന്ന് പൊയ്പോകും. ഞാൻ അന്വേഷിക്കുന്ന ഈശ്വരൻ എന്നിൽ നിന്നകന്നാൽ പിന്നെ നേടുന്ന ജ്ഞാനമെല്ലാം വ്യർത്ഥമല്ലേ? മേൽപ്പത്തൂരും പൂന്താനവും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് കേട്ട ഒരു അശരീരിയെ കുറിച്ച് നിങ്ങൾ അറിയുമോ? മേൽപ്പത്തൂരിൻ വിഭക്തിയേക്കാൾ പൂന്താനത്തിൻ ഭക്തിയാണ് എനിക്കിഷ്ടം. മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് വിജ്ഞാനം കൊണ്ട്, വിഭക്തി കൊണ്ട് പ്രസിദ്ധനായിരുന്നു. എന്നാൽ പൂന്താനത്തിന് ഭക്തിയായിരുന്നു മുന്നിട്ട് നിന്നിരുന്നത്. ജ്ഞാനം ഈശ്വരന്റെ ദാനമായിരിക്കെ ദാതാവിനെ സ്മരിച്ച് ദാതാവിന് മഹത്വം കൊടുത്ത് ജീവിക്കാനായാൽ ഒരിക്കലും ലഭിച്ചതൊന്നും എൻ്റേതെന്ന് ഓർത്ത് അഹങ്കരിക്കാനാവില്ല തന്നെ. കർമ്മമാർഗത്തിലും ഞാൻ കണ്ട ഒരു കാര്യം, അതെപ്പോഴും ഞാൻ ആർക്കോ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്നു എന്ന ബോധ്യത്തിൽ നിന്ന് വരുന്ന ഒരു അധികാരഭാവം. ലഭിക്കുന്നവരിലും ദാനം ലഭിച്ചത് ആരിൽ നിന്നോ അവരോടൊരു വിധേയത്വം ചിലപ്പോഴെങ്കിലും. ഇതും വളരെ സാവധാനം നമ്മിലേക്ക് അരിച്ചു കയറി നമ്മെ മലീമസമാക്കുന്ന കർമ്മമായി പരിണമിക്കുന്നു. ഏത് കർമ്മമാർഗത്തിലും കർമ്മം ചെയ്യുന്നവൻ മറഞ്ഞിരിക്കണം. അതിന് മനസ്സെത്രയോ വളരണം. എൻ്റേത് എന്ന ഒരു വാക്കില്ല, എല്ലാം നമ്മുടേത്. എല്ലാവർക്കും നന്മയ്ക്കായി ഉപയോഗിക്കാൻ എന്തൊക്കെയോ തൽക്കാലം എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്നു. അത് മുകളിൽ നിന്ന് കിട്ടുന്ന ജ്ഞാനത്തോടെ വിവേചിച്ചറിഞ്ഞ് വിഭജിച്ചു കൊടുക്കുന്ന ഒരു കർത്തവ്യം ഏൽപ്പിച്ചിരിക്കുന്ന ദാസന്മാർ മാത്രമാണ് എന്ന ബുദ്ധിയിലേക്ക് വളരാൻ കർമ്മമാർഗത്താൽ നാം ദുഷിക്കാതിരിക്കും. ഭക്തിമാർഗത്തിൽ മറ്റൊന്നും ആലോചിക്കാനില്ല, ഈശ്വര ചിന്ത മാത്രം. എവിടെ നിന്ന് ഞാൻ വന്നോ ആ ഈശ്വരനിലേക്ക് ഞാൻ ഒന്നായി തീരണം, ലയിച്ചു ചേരണം. ഈശ്വരനുമായി ഏകീഭവിക്കുന്നതിന് എന്നിൽ തടസ്സമായി നിൽക്കുന്നതെന്തും ഈശ്വരനിൽ തന്നെ ആശ്രയിച്ച് ശുദ്ധീകരിക്കപ്പെടുക തന്നെ. നല്ല ഫലം കായ്ക്കാൻ വെട്ടിയൊരുക്കുന്ന വൃക്ഷം പോലെ തല കുനിച്ചു കൊടുത്താൽ മതി. എന്നാലേ അഹം ബ്രഹ്മാസ്മി, ഞാൻ ഈശ്വരനാകുന്നു, എന്നിൽ ഈശ്വരീയം നിറഞ്ഞു നിൽക്കുന്നു എന്ന അവസ്ഥയിലേക്ക് പരിണമിക്കാൻ സാധിക്കൂ. എന്നിൽ വസിക്കുന്ന ഈശ്വരൻ എൻ്റെ ചുറ്റുമുള്ള സകല ചരാചരങ്ങളിലും വസിക്കുന്നു എന്ന സമഭാവനയോടെ പെരുമാറാൻ സാധിക്കും. അഹം ബ്രഹ്മാസ്മി
എന്ന് ഉരുവിട്ടുകൊണ്ടേയിരുന്നാൽ എന്തു സംഭവിക്കും? എന്നിൽ ഈശ്വര ചൈതന്യം നിറയും. അതിൽ പരം മറ്റെന്താണ് വേണ്ടത്? ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.